ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ, രണ്ട് പ്രധാനപ്പെട്ട നടപടികളാണ് SIT ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. ഒന്ന്, കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്തിരുന്നു. അത് മാത്രമല്ല, PS പ്രശാന്തും ചോദ്യമുനയിലുണ്ടായിരുന്നു. സ്വാഭാവികമായി ഇതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ അവിടെയും പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം സത്യം തെളിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആരാധകരുള്ള ഒരു കാനന ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കവർന്നു കൊണ്ടുപോയതിന്റെ ചിത്രമാണ് ഇപ്പോൾ ചുരുള അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വന്നെത്തുന്ന ആളുകൾ എത്ര പ്രധാനി എന്നുള്ളത് സെക്കൻഡറിയാണ്. അതേസമയം ശക്തിയോടുകൂടി അന്വേഷണ സംഘം മുന്നോട്ട് പോകണം. അന്വേഷണ സംഘത്തെ ഒരു സാഹചര്യത്തിലും തടഞ്ഞു നിർത്തുന്ന അന്തരീക്ഷം ഉണ്ടാകരുത്. കോടതിയുടെ സർവിലൻസ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ രൂപത്തിലെങ്കിലും ഇത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത് രാജ്യാന്തര ബന്ധമുള്ള ഒരു കേസാണ് എന്ന് ഒത്തിരി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ആ തലത്തിലേക്ക് ഇത് ഉയരത്തക്ക വിധത്തിൽ കാര്യമായി മാതൃകാപരമായി അന്വേഷണമായിരിക്കണം ഇവിടെ നടക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിപ്പോൾ നടപടിയൊക്കെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങൾ നമ്മൾ ഓരോ ഘട്ടത്തിലും പറഞ്ഞു വരുന്നതാണ് അറിയാം. പക്ഷേ PS പ്രശാന്ത് ഉൾപ്പെടെ മുന്നിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു 2025 കാലഘട്ടത്തിൽ കൂടി സംശയിക്കേണ്ടിയിരുന്ന പല നീക്കങ്ങളും ശബരിമലയിൽ നടന്നിട്ടുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ നമ്മൾ പലപ്പോഴും ആവർത്തിച്ചതാണ്. അതിന്റെ കൂടെ ക്ലാരിറ്റി ഇനി മുന്നിലേക്ക് വരേണ്ടതായിട്ടുണ്ടല്ലേ? ഉണ്ട്, നിശ്ചയമായിട്ടും. കാരണം ഇതിനകത്ത് ആരെയും സ്പെയർ ചെയ്യുന്നത് ശരിയല്ല. ഇത്രയും വലിയ പെരും കൊള്ള നടന്നിട്ട് അതിനകത്തെ പ്രതികൾ വളരെ VIPs ആയിട്ട് ചുറ്റിക്കറങ്ങി നടക്കുന്നത് ശരിയാണോ? ശക്തമായ രൂപത്തിലുള്ള നടപടി വേണ്ടേ? അവരുടെ മുമ്പിൽ നിയമം മുട്ടുമടക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. അതുകൊണ്ട് നീതിപൂർവമായി നിശ്ചയദാർഢ്യത്തോടു കൂടി ഈ അന്വേഷണം നിർഭയമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നമ്മുടെ അടുത്ത് പ്രതികരിച്ചത്. വളരെ നന്ദി പ്രതികരണം അറിയിച്ചത്.